സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ദൈവത്തെ കൂടാതെയുള്ള അമാനുഷിക ശക്തികളെ ആരാധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് ആദിമകാലം മുതൽ നിലവിലുണ്ട്. ദൈവത്തിൽ മാത്രം വിശുദ്ധമായ ആത്മീയത കണ്ടെത്തുന്നതിൽ നിന്ന് ആളുകളെ തടയാൻ സാത്താൻ മന്ത്രവാദം ഉപയോഗിച്ചു. ദൈവത്തിൽ നിന്ന് ആളുകളെ അകറ്റി സ്വയം പ്രബുദ്ധത നൽകുന്ന ഒരു ശക്തിയിലേക്ക് വശീകരിക്കാൻ സാത്താൻ മധ്യസ്ഥർ, ജാതകം, കളികൾ തുടങ്ങിയ മന്ത്രവാദങ്ങൾ ഉപയോഗിക്കുന്നു. വ്യാജമായ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പിന്തുടരുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുന്നു. മന്ത്രവാദത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വചനം ഇപ്രകാരം പറയുന്നു: വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്. അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ദിനവൃത്താന്ത പുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമ ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കയായകയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായകയാൽ അവനെ കൊന്നു. രാജത്വം യിശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം നിങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്കു വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്കും അരുണോദയം ഉണ്ടാകുകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടി കടന്നുപോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞു തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള തിമിരവും കാണും. കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. പ്രിയമുള്ളവരെ, ആദിമകാലം മുതൽ ദൈവം അംഗീകരിക്കാത്ത അമാനുഷിക അനുഭവങ്ങൾ ആളുകൾ അന്വേഷിച്ചു. വാഗ്ദത്ത ദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള ജനത അത്തരം ആചാരങ്ങളാൽ നിറഞ്ഞിരുന്നു. അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിനെക്കുറിച്ച് ദൈവം തൻ്റെ ജനത്തോട് കർശനമായി പറഞ്ഞിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം. പ്രിയരെ, ദൈവം മന്ത്രവാദത്തെ വളരെ ഗൗരവമായി കാണുന്നു. മോശയ്ക്ക് നൽകിയ ന്യായപ്രമാണപ്രകാരം മന്ത്രവാദം ചെയ്യുന്നതിനുള്ള ശിക്ഷ മരണമായിരുന്നു. ശ്രദ്ധിക്കുക, ദൈവം ചെയ്യുന്നതിനെ വ്യാജമായി നിർമ്മിക്കുന്നതിൽ സാത്താൻ മികവ് പുലർത്തുന്നു. ഫറവോൻ്റെ മുൻപാകെ മോശ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ മന്ത്രവാദികൾ പൈശാചിക ശക്തിയിലൂടെ അതേ കാര്യങ്ങൾ ചെയ്തു. പുറപ്പാട് 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ കഴിയുന്നു. മന്ത്രവാദത്തിൻ്റെ കാതൽ ഭാവി അറിയാനും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സംഭവങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ആഗ്രഹമാണ്. ആ കഴിവുകൾ ദൈവത്തിനു മാത്രമുള്ളതാണ്. ഈ ആഗ്രഹത്തിൻ്റെ വേരുകൾ സാത്താൻ ഹവ്വായോട് നടത്തിയ ആദ്യ പ്രലോഭനത്തിലാണ്. നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാം. പ്രിയമുള്ളവരെ, സാത്താൻ്റെ ശക്തിയെ നാം ഭയപ്പെടേണ്ടതില്ല. നാം അതിൽ നിന്ന് അകന്നു നിൽക്കണം. വചനം ഇപ്രകാരം പറയുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, വിശ്വാസികളുടെ ജീവിതത്തിൽ പോലും സാത്താനും വളരെയധികം നാശവും ദോഷവും സൃഷ്ടിക്കാൻ കഴിയും. എന്നിരുന്നാലും നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റേതാണെങ്കിൽ നമ്മെ ആത്യന്തികമായി പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗവും ധരിച്ചുകൊണ്ട് നിൽപ്പാൻ എഫേസ്യ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, തിന്മയ്ക്കെതിരെ പോരാടാൻ ബൈബിൾ നമുക്ക് ശക്തമായ വാക്കുകൾ നൽകുന്നു.
ദൈവം ഏതൊരു ഇരുണ്ട ശക്തിയേക്കാളും ശക്തനാണെന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കാനും ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനങ്ങൾ ദിവസവും വായിക്കുമ്പോൾ ഭയത്തെയും ഇരുട്ടിനെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങൾ നാം പറയുന്നതിലൂടെ പാപത്തിനും ദുഷ്പ്രവൃത്തികൾക്കും മേൽ നാം വിജയം അവകാശപ്പെടുന്നു. ഓരോ വാക്യവും തിന്മയെ നശിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി വഹിക്കുന്നു. ഈ തിരുവെഴുത്തുകൾ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് നമ്മെ സുരക്ഷിതരും അനുഗ്രഹീതരുമായി നിലനിർത്തുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നും ഒരു ഭാഗം ഞാൻ വായിക്കാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, യേശുവിൻ്റെ നാമത്തിലും കുരിശിൽ ചൊരിഞ്ഞ അവൻ്റെ രക്തത്താലും എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയോടോ അങ്ങയുടെ സ്വരൂപത്തിൽ അങ്ങ് സൃഷ്ടിച്ച ആരോടെങ്കിലുമോ ചെയ്ത പാപങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനുമെതിരെയുള്ള എല്ലാ മന്ത്രവാദ ആക്രമണങ്ങളെയും ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു. ഞങ്ങൾക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ദുഷ്ടപ്രവൃത്തികളെയും ശത്രുവിൻ്റെ കോട്ടകളെയും തകർക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ പിതാവെ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവിധ അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളെയും ചാരമാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സാധിപ്പിക്കുന്നതിനായി അപേക്ഷിക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കുമെതിരെയുള്ള ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഞാൻ കത്തിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ബലവാനായ ദൈവമേ, അങ്ങൻ്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയും കരുണയും എൻ്റെ മേൽ പകർന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധവും അതിശ്രേഷ്ഠതയേറിയതുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.